ഇനി മറ്റു വാർത്ത. വയനാട് കണിയാമ്പറ്റയിലെ കടുവ തിരിച്ചുപോയേക്കാൻ സാധ്യതയെന്ന് DFO അജിത് കെ രാമൻ. എന്നാൽ കടുവയുടെ വനഭാഗത്തേക്കുള്ള കാൽപ്പാടുകൾ നാട്ടുകാർ കണ്ടെത്തിയിരുന്നു. കടുവയുടെ തന്നെയാണല്ലേ? തിരിച്ചുപോയ പാടുകളാണോ? റിട്ടേൺ പോയതാണ്. കാട്ടിലേക്കായിരിക്കോ? അതെ, ആ ഡയറക്ഷൻ റിസർവിലേക്കാണ്, പാതിരി റിസർവിലേക്കാണ്. പക്ഷെ അതിപ്പോൾ RRT സംഘം പരിശോധിക്കുന്നുണ്ട്. അവർ തിരിച്ചു വന്നതിന് ശേഷം ഒരു സ്ഥിരീകരണം നൽകാം. ഞങ്ങൾക്ക് ഇന്നലെയും പുല്ലെത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇന്നലെ അവിടെ പുല്ലി ഇറങ്ങിയതുകൊണ്ട് ഇന്ന് രാവിലെ പശുവിന് പുല്ലില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ വയലിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ചവിട്ടുപാട് കുറച്ചങ്ങ് ചെത്തിപ്പോയി. പിന്നെ എനിക്ക് സംശയം ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ നോക്കി എനിക്ക് പുലിൻ്റെ ആണെന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴും നോക്കുമ്പോൾ പുലിൻ്റെ ആണ്. എന്നോട് അവിടെ ചെത്തണ്ട കടുവ. അപ്പോൾ നമ്മൾ ഏട്ടനോട് പറഞ്ഞു, ഏട്ടൻ നോക്കിയോ പിന്നെ പോലീസുകാരിൽ പോകുന്ന കണ്ടിട്ട് അവരോട് ഇൻഫോം ചെയ്ത്, പിന്നെ അവരോട് അവിടെ ചെത്തണ്ട, പിന്നെ ഇപ്പുറത്ത് മാറി ചെത്തി. കാൽപ്പാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി നേരെ നെല്ലിയമ്പ റൂട്ടിലേക്കാണ് പോയത്. അപ്പോൾ നെല്ലിൻ്റെ നടുക്കൂടി ഫുള്ളും അങ്ങെത്താൻ വരെ കാൽപ്പാടുണ്ട്. കാട്ടിലേക്കുള്ള വഴി. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഫോറസ്റ്റ് അല്ലേ. ഒരു പുലച്ചക്കൊക്കെ പോയ കണ്ടീഷനിലാണ്, ഉണങ്ങിയിട്ടൊന്നുമില്ല. അത് പോലീസ് അവരും വന്നിരുന്നു, അവരും കൂടി സ്ഥിരീകരിച്ചു അങ്ങോട്ട് പോയിന്നുള്ളത്. അതിനി കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്ത് കൂടെ അതും വന്നിട്ടുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. അവരെ ഇവിടുന്ന് പോയി ഏകദേശം ഒരു 250 മീറ്റർ വരെ നമ്മൾ പോയി നോക്കി. DFOയുടെയും നാട്ടുകാരുടെയും പ്രതികരണങ്ങളാണ് കേട്ടത്. ജോഷ്ല ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോഷ്ല, ഒരുപക്ഷെ രാവിലെ മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത് മയക്കുവെടി വെക്കേണ്ടി വന്നാൽ വെക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ വനമേഖലയിലേക്കാണ് കടുവ കയറിപ്പോയതെങ്കിൽ ആ ആശങ്ക ഒഴിയുകയാണ്. നേരത്തെ DFO പറഞ്ഞ പോലെ തന്നെ വനമേഖലയിലേക്ക് കയറിപ്പോയ കടുവ തിരിച്ചു വരാൻ സാധ്യതയില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് ആരോഗ്യമുള്ള കടുവയാണ്, അതുകൊണ്ട് തന്നെ നാട്ടിലിറങ്ങി ഇര തേടേണ്ട സാഹചര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാൻ ആകുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? സിജു, അല്പം ഒരു ആശ്വാസം എന്ന് വേണം പറയാൻ. DFO ആ കാൽപ്പാടുകൾ പരിശോധിച്ചു കഴിഞ്ഞു. അത് കടുവയുടേത് തന്നെയാണെന്നും കടുവ റിട്ടേൺ പോയതിന്റെ കാൽപ്പാടുകളാണെന്നുമുള്ള കാര്യം അദ്ദേഹം നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും അതിലെ ശാസ്ത്രീയമായ ഒരു റിസൾട്ട് വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കടുവ പച്ചിലക്കാട് പച്ചിലക്കാട് ഭാഗങ്ങളിൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ആ ഭാഗങ്ങളിൽ കണ്ടെത്തിയ കടുവ പിന്നീട് ഇവിടെ പുളിക്കവയലിലാണ് ഇന്നലെ കണ്ടെത്തിയത്. ആ പുളിക്കവയലിൽ നിന്നും നീർവാരം വനമേഖലയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടുകൂടി മയക്കുവെടി വെക്കാൻ സർക്കാരിന്റെ ഉത്തരവ് വന്നതാണ്. ഇന്ന് മയക്കുവെടി വെക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന എന്നതിനിടയിലാണ് രാവിലെ പുല്ല് ചെത്താനായി ഇവിടേക്ക് എത്തിച്ചേർന്ന 2 പേർ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്, പോലീസിനെ ഇൻഫോം ചെയ്തത്. അതിനുശേഷം വനപാലകർ ഇവിടേക്ക് വരികയായിരുന്നു. അവരുടെ പരിശോധന, DFO അടക്കമുള്ള ആളുകളുടെ പരിശോധനയിലാണ് അത് നീർവാരം വനമേഖലയിലേക്ക് ആണ് ആ കാൽപ്പാടുകൾ പോയിട്ടുള്ളത്. ഇവിടെ നിന്നും കാണുന്ന ഈ പുളിക്കവയലിൽ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്ത് ആണ് നീർവാരം വനമേഖല വരുന്നത്. അവിടെ കാണുന്ന ഒന്നുകിൽ പൊന്തക്കാടിനുള്ളിൽ, അവിടെയുള്ള ഒരു മുളകൾ കൊണ്ട് നിറഞ്ഞ ഒരു പൊന്തക്കാടിനുള്ളിൽ കടുവയുണ്ടാകാം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് നീർവാരം വനമേഖലയിലേക്ക് ഇത് കടന്നിട്ടുണ്ടാകാം എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്, പ്രതീക്ഷയിൽ തന്നെയാണ് വനപാലകരുള്ളത്. എന്തായാലും അവിടേക്ക് ഇപ്പോൾ RRT ബത്തേരിയിലെയും കൽപ്പറ്റയിലെയും RRT അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള പരിശോധനയ്ക്ക് ശേഷം അവർ തിരിച്ചു വന്ന ശേഷം കടുവ വനത്തിൽ തന്നെയാണ് പോയത് എന്നുള്ള കാര്യം ഉറപ്പിക്കും. എന്തായാലും വനമേഖലയുടെ ഭാഗത്തേക്കാണ് കടുവയുടെ റിട്ടേൺ കാൽപ്പാടുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അത് വളരെയധികം ആശാവഹമായ കാര്യമാണ്. 2 ദിവസമായി ഇവിടെ ഉള്ള 2 പഞ്ചായത്തുകളെ, പനമരം കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ ജനങ്ങളെ ആകെ ആശങ്കയിലാക്കിയ കടുവ അത് തിരിച്ചുപോയി എന്നുള്ളത് ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. അത്തരത്തിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും ഈ സാധാരണഗതിയിൽ നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ഈ കടുവകൾ നാടിറങ്ങുന്നത് ഒന്നുകിൽ പ്രായാധിക്യം മൂലം ഇര തേടാൻ കഴിയാത്ത കടുവകളാണ് സാധാരണഗതിയിൽ ഇറങ്ങാറുള്ളത്. ഇവിടെ 5 വർഷം പ്രായം 5 വയസ്സ് പ്രായമുള്ള കടുവയാണ് ഇവിടെ കണിയാമ്പറ്റയിൽ ഇറങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസം DFO പറയുകയും ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. പിന്നെ എന്താണ് ഈ കടുവ നാടിറങ്ങിയെന്നാണ് വനംവകുപ്പിന്റെ ഒരു വിശദീകരണം?
സിജു, കടുവകളുടെ മെയ്റ്റിംഗ് സീസണാണിത്. അത് 2 കടുവകൾ ഒരേ ഏരിയയിൽ 2 കടുവകൾ ഉണ്ടാകുമ്പോൾ അവ തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ അടിപിടിക്ക് ശേഷം ഏതെങ്കിലും ഒരു കടുവ ഈ ഒരു ടെറിട്ടറിയിൽ നിന്ന് പുറത്താകും. അങ്ങനെ ഈ സീസണിൽ കടുവകൾ പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പല്ലിനും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത, മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇര തേടാൻ പ്രയാസമുണ്ടാകും. ആ രീതിയിലൊക്കെ തന്നെ ഇവിടേക്ക് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. എന്നാൽ ഈ കടുവയ്ക്ക് 5 വയസ്സ് മാത്രമാണ് പ്രായം. അത്തരത്തിൽ മുറിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ശരീരത്തിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വലിയ ക്ഷീണവും അനുഭവപ്പെടുന്ന ഒരു കടുവയായിട്ട് കാണുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ചിത്രങ്ങളിലൊക്കെ തന്നെ കടുവ ആരോഗ്യവാനായ കടുവ തന്നെയാണ് എന്നുള്ളതാണ് DFO അടക്കം ഞങ്ങളോട് നേരത്തെ പങ്കുവെച്ചത്. എന്തായാലും ആരോഗ്യവാനായ ആ കടുവ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. അതുകൊണ്ട് അത്ര വേറെ ആശങ്കയ്ക്കും വകയുണ്ടായിരുന്നില്ല. കാരണം അത് ഇവിടെ തന്നെ നിന്ന് മറ്റ് ഇര തേടാനുള്ള പ്രയാസങ്ങൾ കൊണ്ട് ഇവിടെയുള്ള വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുമോ അല്ലെങ്കിൽ ജനങ്ങളെ ആക്രമിക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആശങ്കയ്ക്കൊന്നും സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് DFO വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഈ ഒരു മെയ്റ്റിംഗ് സീസണിൽ ഒരുപക്ഷെ ടെറിട്ടറിക്ക് പുറത്തായതാവാം, അതായിരിക്കാം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് DFO നേരത്തെ പങ്കുവെച്ച കാര്യം. അതല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല ഈ രീതിയിൽ കടുവ പുറത്തേക്ക് വരാൻ. മാത്രമല്ല കടുവയുടെ എണ്ണം നമ്മുടെ വനമേഖലയിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സിജു. ശരി, ജോഷ്ലയാണ് വയനാട്ടിൽ നിന്ന് കണിയാമ്പറ്റയിൽ ഇറങ്ങിയ കടുവയുടെയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. കടുവ വനമേഖലയിലേക്ക് തന്നെ തിരികെ പോയിരിക്കാമെന്നാണ് DFO അജിത് കെ രാമൻ അല്പം മുമ്പ് കൈരളി ന്യൂസിനോട് പറയുകയും ചെയ്തത്.